ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. മെയ് 31-ാം തീയതി വരെയാണ് ഇത്തവണത്തെ ISL ഉണ്ടാവുക. ആകെ 91 മത്സരങ്ങൾ ഉണ്ടാകും. 14 ക്ലബ്ബുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം ഇന്നലെ വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ അത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നടക്കുക. പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ കോഴിക്കോട്ടെ EMS സ്റ്റേഡിയത്തിലേക്ക് മത്സരങ്ങൾ മാറ്റാനും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. കൂടാതെ മാർക്കസ് മെർഗുലാവോ പറഞ്ഞത് ഇത്തവണത്തെ ISLൽ ഏറ്റവും കൂടുതൽ ഹോം മത്സരങ്ങൾ ലഭിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്ന് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 3 വിദേശ താരങ്ങൾ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു. 2 താരങ്ങൾ കൂടി പോവാനുള്ള ഒരുക്കത്തിലാണ്. കോൾഡോ ഒബിയേറ്റ, യുവാൻ റോഡ്രിഗസ്, ഈ 2 വിദേശ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. അതിനർത്ഥം നിലവിൽ ഡുഷാൻ ലഗാത്തോർ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഒരു വിദേശ സാന്നിധ്യമായിക്കൊണ്ട് ഉള്ളത്. അദ്ദേഹവും ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിക്കുക എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും വിദേശ താരങ്ങൾ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും കളിക്കുക, അതിൻ്റെ ഒരു പോസിബിൾ 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് എക്സിൽ മുഹമ്മദ് ഷാഹിൻ എന്ന ഒരു വ്യക്തി, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ, ഒരു പോസിബിൾ 11 പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ആണ്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രതിരോധ നിരയിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് വികാഷ് യുംനം, ഹോർമിപ്പാം റൂയിവ എന്നിവരാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗ് അവിടെയുണ്ട്. വലത് വിങ് ബാക്ക് ആയിക്കൊണ്ട് അമേർ റണവാഡെ ഉണ്ടാകും. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ റോളിൽ മലയാളി താരമായ വിപിൻ മോഹനൻ ഉണ്ടാകും. കൂടാതെ ഡാനിഷ് ഫറൂഖ് കൂടി അവിടെയുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ഐമനെ കളിപ്പിക്കാം. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കർ ആയിക്കൊണ്ട് അഥവാ സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് മുഹമ്മദ് അജ്സലിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാണ്. നമുക്കറിയാം റിസർവ് ടീം അംഗമാണ് അദ്ദേഹം. സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനമാണ് കാലിക്കറ്റ് FCക്ക് വേണ്ടി അജ്സൽ നടത്തിയത്. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ നമുക്ക് നിഹാൽ സുധീഷിനെ പ്രതീക്ഷിക്കാം. വലത് വിങ്ങിൽ കോറു സിംഗിനെ പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് വിദേശ താരങ്ങൾ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ 11 വരുന്നത്. മുഹമ്മദ് ഷാഹിൻ എന്ന ഒരു വ്യക്തിയാണ് തൻ്റെ എക്സിൽ ഈ ഒരു സാധ്യത 11 പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ഈ 11മായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.